വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ഒറ്റ രാത്രി കൊട്ടാരത്തിൽ വന്ന് തൂക്കിക്കൊണ്ടുപോയ ട്രംപിൻ്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. തനിക്കിഷ്ടമില്ലാത്തവരെ നിലയ്ക്ക് നിർത്താൻ ട്രംപ് തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതിയുടെ ആദ്യ സാക്ഷാത്കാരമാണ് നമ്മൾ വെനസ്വലയിൽ കണ്ടത്. ഇത് കേവലം വെനസ്വലയിൽ ഒതുങ്ങുന്ന പദ്ധതിയല്ല എന്ന് ട്രംപ് ഇന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ അടുത്ത ലക്ഷ്യം കൊളംബിയയാണ് എന്ന് ട്രംപ് ലോകത്തോട് ഇന്ന് വിളിച്ചു പറഞ്ഞു. ഇതോടുകൂടി പല വിധത്തിലുള്ള ചർച്ചകൾ ലോകവ്യാപകമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഭ്രാന്തിളകിയവനെ പോലെ പെരുമാറുകയാണ് എന്നൊക്കെയാണ് ട്രംപ് വിരുദ്ധർ പറയുന്നത് എങ്കിലും ഏറെക്കാലത്തെ ഗവേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതിയാണ് വെനസ്വലയിൽ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നാളെ ആർക്കൊക്കെ എതിരെ നടപ്പാക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് രൂപകൽപ്പന ചെയ്ത 15,000-ലധികം സൈനികരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സേനയുണ്ട്. ഈ സേനയാണ് ഇനി മുതൽ ട്രംപിന് വേണ്ടി ട്രംപിന് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ കടന്നുകയറി അവിടുത്തെ ഭരണം അട്ടിമറിക്കാനും ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടുവരുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനും പോകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു യുദ്ധക്കപ്പൽ, ഒരു വിമാനവാഹിനി കപ്പൽ ഇതിന് സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം 11 യുദ്ധക്കപ്പലുകൾ വേറെ, ഒപ്പം 150-ലധികം ഫൈറ്റർ ജെറ്റുകൾ, F-35 അടക്കമുള്ള 150-ലധികം ഫൈറ്റർ ജെറ്റുകൾ, 20ഓളം വിമാനത്താവളങ്ങൾ, അതോടൊപ്പം ട്രംപിന് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെയും അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന ഏജൻസികളുടെയും ചാരന്മാർ ഇതോടകം പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വെനസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ദിവസം ലോകത്തിന് മനസ്സിലായ ഒരു കാര്യം, ഇത് ഏറെക്കാലത്തെ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായി നടപ്പാക്കിയ ഒരു നീക്കമായിരുന്നു. ഏതാണ്ട് 6 മാസക്കാലത്തോളമായി ഓഗസ്റ്റ് മുതൽ മഡൂറോയുടെ കൊട്ടാരത്തിൽ അമേരിക്കൻ ചാരന്മാരുണ്ടായിരുന്നു. മഡൂറോയുടെ ഓരോ നീക്കങ്ങളും ഒപ്പിയെടുത്ത് ട്രംപിനെ അറിയിക്കുമായിരുന്നു. അങ്ങനെ വിശദമായ നിരീക്ഷണം, അതിനുശേഷം അന്നേ ദിവസം അവിടെ സംഭവിക്കാൻ പോകുന്ന, കൊട്ടാരത്തിൽ സംഭവിക്കാൻ പോകുന്ന നീക്കങ്ങൾ സംബന്ധിച്ച് മിനിയേച്ചർ ഉണ്ടാക്കി അമേരിക്കയിൽ അതിന് പരീക്ഷണവും നടത്തി വിജയിച്ച ശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് കടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തേക്ക് അവരുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ സകല സൈനിക കേന്ദ്രങ്ങളെയും തകർത്തുകൊണ്ട് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തേക്ക് പോകാനുള്ള കെൽപ്പ് അമേരിക്കയ്ക്ക് ഉണ്ടാവുകയാണ്. അധിനിവേശം എന്നതിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി ആ രാജ്യത്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഭരണം നടപ്പിലാക്കുന്ന അത്രയും വലിയ നീക്കങ്ങളാണ് ട്രംപ് പ്ലാൻ ചെയ്തത്. അത് വിദഗ്ധമായി നടപ്പാക്കിയത്. അടുത്തതാര് എന്ന ചോദ്യത്തിന് കൊളംബിയ എന്ന് ട്രംപ് പറയുന്നുണ്ട് എങ്കിലും ഇറാൻ അമേരിക്കയുടെ റഡാറിൽ ഉണ്ട് എന്ന നിലയിലേക്ക് ഇസ്രായേലിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ വന്നിരിക്കുകയാണ്. ഒപ്പം അൽ ജസീറ ഉൾപ്പെടെയുള്ള അറബ് മാധ്യമങ്ങളും അമേരിക്കയുടെ ഇറാനിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട്. എയർ ലാപ്പിഡ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് നേതാവ് കഴിഞ്ഞ മണിക്കൂറിൽ ഒരു പ്രസ്താവന നടത്തി. ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, അത് ഇറാനോടുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിൽ എയർ ലാപ്പിഡ് പറയുന്നത് അമേരിക്ക വെനസ്വലയിൽ നടത്തിയത് എന്താണ് എന്ന് ഇറാൻ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു മുന്നറിയിപ്പാണത്. അതിൻ്റെ അർത്ഥം ഇന്ന് വെനസ്വലയിലാണെങ്കിൽ നാളെ അത് ഇറാനിലുമാകാം. നിക്കോളാസ് മഡൂറോയാണ് വെനസ്വലയിൽ നിന്ന് പിടിക്കപ്പെട്ടതെങ്കിൽ നാളെ അത് ഖാംനെയിയാകാം എന്ന വ്യക്തമായ മുന്നറിയിപ്പും സൂചനയുമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ അൽ ജസീറ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. നോക്കുക, ട്രംപ്സ് അബ്ഡക്ഷൻ ഓഫ് മഡൂറോ എസ്കലേറ്റ്സ് കൺസേൺ ഓവർ പൊട്ടൻഷ്യൽ വാർ വിത്ത് ഇറാൻ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അതായത് നിക്കോളാസ് മഡൂറോയെ പിടിച്ചുകൊണ്ടുപോയ ആ നടപടിക്ക് ശേഷം ഇറാന് നേരെയുള്ള അമേരിക്കയുടെ യുദ്ധം അത് നടക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നോക്കുക, ഈ റിപ്പോർട്ടിൽ ഈ അൽ ജസീറ ഒരു കോട്ട് എടുത്തിട്ടുണ്ട്. അതായത് സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ പോളിസിയിലെ സീനിയർ ഫെലോ ആയിട്ടുള്ള നെഗർ മോർട്ടസാവി എന്നയാളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കോട്ട് ഇങ്ങനെയാണ്:
ട്രംപുമായി ഒരു ചർച്ചയ്ക്ക് ടെഹ്റാൻ തയ്യാറല്ല. അതായത് ഇറാൻ ഒരിക്കലും ട്രംപുമായി ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ വെനസ്വലയിലെ അമേരിക്കൻ നടപടിയോടുകൂടി ഒന്ന് വ്യക്തമാണ്, അമേരിക്കയും നയതന്ത്ര പരിപാടികൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. തങ്ങൾ പറയാനുള്ളത് പറയുക, എന്നിട്ടും കേട്ടില്ലെങ്കിൽ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന നിലയിലേക്ക് അമേരിക്ക അവരുടെ നയതന്ത്രം മാറ്റിയിരിക്കുന്നു. സമാനമായ നിലയിൽ ഇറാൻ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു, അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമേരിക്കയുടെ ഒരു മിന്നൽ ഓപ്പറേഷനുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. അതായത് ഈ പറയുന്ന നെഗർ മോട്ടസാവി പറയുന്നത് അങ്ങനെയാണ്. നയതന്ത്രത്തിന് വലിയ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ യുദ്ധത്തിനുള്ള വഴി തുറക്കാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. US-ൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏറെക്കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഉദ്ദേശങ്ങൾ അധികം വൈകാതെ നടപ്പാകാനുള്ള സാധ്യതയാണുള്ളത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ ആ വലിയ സന്നാഹം, അതായത് ട്രംപിൻ്റെ 15,000-ലധികം സൈനികരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പുതിയ ഫോഴ്സ്, ഡെൽറ്റ ഫോഴ്സ്, അല്ലെങ്കിൽ അത് മുമ്പ് അത്തരമൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തി അവിടുത്തെ ഭരണാധികാരികളെ ഭയപ്പെടുത്തി പിടിച്ചുകൊണ്ടുവന്ന് ആ നിലയിലേക്കുള്ള ഒരു അധിനിവേശ രീതിയിലേക്ക് അമേരിക്ക പെട്ടെന്ന് മാറുകയാണ്. അത് വെനസ്വലയ്ക്ക് ശേഷം കൊളംബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു ട്രംപ്. ഇറാൻ ആയിരിക്കും അടുത്തത് എന്ന നിലയിലേക്കുള്ള ചർച്ചകളും സജീവമാണ്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകും എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുകയാണ്. അത് ലോകത്ത് ഒരു വലിയ ഭീതി സൃഷ്ടിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്? ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഏറ്റവും അധികം ദേഷ്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ട്രംപ് അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇറാനെതിരെ നിരന്തരമായിട്ട് വെല്ലുവിളികൾ നടത്തുകയാണ്, മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ്. ഇറാൻ്റെ ആണവ പരീക്ഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുകയാണ്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള പുതിയ സന്നാഹങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ നടപടിയെടുക്കണം, യുദ്ധം ചെയ്യണം എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത്. ആ ആഭ്യന്തര കലാപത്തെ നിലയ്ക്ക് നിർത്താനായി, അടിച്ചമർത്താനായി ഇറാൻ ഭരണകൂടം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് ഇറാൻ അടുത്ത മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രക്ഷോഭകാരികളെ നിങ്ങൾ ആക്രമിച്ചാൽ, കൊലപ്പെടുത്തിയാൽ, വെടിയുതിർത്താൽ അമേരിക്കൻ സൈന്യം അവിടെ ഇടപെടുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട്, ആ മുന്നറിയിപ്പ് കാര്യമാക്കിയെടുക്കാതെ ഇറാൻ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനുള്ള നടപടികൾ തുടർന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. പക്ഷേ ട്രംപ് ഇതുവരെ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ മിണ്ടിയിട്ടില്ല. അതായത് ട്രംപ് ഇറാനിനെതിരെയുള്ള അത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞതുപോലെ എക്യുപ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു സൈന്യം, ലോഡഡായി എക്യുപ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു സൈന്യം നേരെ ഇറാനിലേക്ക് വന്ന് പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ കൊടുക്കും, പ്രക്ഷോഭകാരികളെ സംരക്ഷിക്കും എന്ന ആ വാദത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയി. അത് പിന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപിൻ്റെ മനസ്സിലുള്ള ആശയം വെനസ്വലയിൽ നടത്തിയതുപോലുള്ള ഒരു ഓപ്പറേഷൻ ആണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വലിയ സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നതിലൊരു തർക്കവുമില്ല. വെനസ്വലയിൽ ചെയ്തത് ഇറാനോട് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ളൊരു ടെസ്റ്റ് ഡോസ് ആണോ എന്ന് പോലും ചർച്ചകൾ ഉയരുന്നുണ്ട്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഞാൻ നേരത്തെ കാണിച്ച വിലയിരുത്തലുകൾ പോലെയുള്ള പല വിലയിരുത്തലുകളും പല അറബ് മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ഈ വെനസ്വല എന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആണോ, ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തൊരു നീക്കമാണോ, അതായത് ഇതിലൂടെ ഇറാനെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ടായിരുന്നോ, അതോ ഇറാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണോ, ഇത് വിജയിക്കുമോ എന്ന് പരീക്ഷിച്ചതാണോ, അല്ലെങ്കിൽ ഈ പരീക്ഷണ വിജയം ഇറാനിലേക്ക് പോകുന്നതിനുള്ള നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ട്രംപ് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. ഭീഷണികൾക്കും വെല്ലുവിളികൾക്കുമൊക്കെ അപ്പുറം ഇത്രയും വലിയൊരു സന്നാഹത്തെ ഉപയോഗിച്ച് പല രാജ്യങ്ങളെയും ലിസ്റ്റ് ചെയ്ത് അവിടുത്തെ ഭരണാധികാരികളെ ഭയപ്പെടുത്തി അവിടുത്തെ ഭരണം അട്ടിമറിച്ച് പല ഇടങ്ങളും സ്വന്തം കാൽ കീഴിലാക്കി ഭരിക്കുക, ലോകത്തിൻ്റെ നേതാവായി അങ്ങനെ നിൽക്കുക എന്ന നിലയിലേക്കാണ് ട്രംപ് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പണ്ട് ഇറാഖിലേക്കും അഫ്ഗാനിലേക്കുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നമുക്കറിയാം അധിനിവേശ സേനകൾ പോയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ പലയിടത്തും അമേരിക്കൻ അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ അടക്കമുള്ള പല ഭരണാധികാരികളും അമേരിക്കയുടെ അത്തരം അധിനിവേശങ്ങൾക്ക് ഇരകളായിട്ടുമുണ്ട്. പക്ഷേ ഇത് ഒരു പുതിയ മെത്തേഡാണ്. ഈ നീക്കമെന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചൈനയും റഷ്യയും ഇറാനും ഒക്കെ ക്യൂബ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ വെനസ്വലൻ ഓപ്പറേഷനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്.
പക്ഷെ അതുകൊണ്ടൊന്നും ട്രംപ് അടങ്ങുന്നില്ല. കൊളംബിയ എന്ന പേര് പ്രഖ്യാപിച്ചു. അടുത്തത് ഇറാൻ ആയിരിക്കുമോ എന്ന സംശയവും ഉയരുന്നു. എന്താകും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഖമനേയിക്കെതിരെ, ഇറാനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഈ ദിവസം.